റോമിൻ്റെ കഥ തുടങ്ങുന്നത് കെട്ടുകഥകളും ഐതിഹ്യങ്ങളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ഭൂതകാലത്തു നിന്നുമാണ്. സത്യവും മിഥ്യയും തിരിച്ചറിയാൻ കഴിയാത്തത്രയും ആഴത്തിൽ അത് ലയിച്ചു ചേർന്നിരിക്കുന്നു. നമ്മുടെ കഥ ആരംഭിക്കുന്നത് റോമൻ പാരമ്പര്യമനുസരിച്ച്, ഇതിഹാസങ്ങളനുസരിച്ച് രണ്ട് ഇരട്ട സഹോദരന്മാരുടെ ജനനത്തോടെയാണ്. റോമുലസും റെമസും. അവരുടെ അമ്മ റിയ സിവിയ എന്ന പേരുള്ളൊരു ദൈവത്തിനായി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു കന്യകയായിരുന്നു. അച്ഛനാകട്ടെ സാക്ഷാൽ മാർസ്, അത് യുദ്ധത്തിൻ്റെ ദേവൻ. ദൈവികമായി ഈ കുഞ്ഞുങ്ങളെ കണ്ട് ഭയന്ന അസൂയാലുവായ ഒരു രാജാവ് ആ പിഞ്ചു പൈതങ്ങളെ ടൈബർ നദിയിൽ മുക്കിക്കൊല്ലാൻ കൽപ്പിച്ചത്ര. രാജകിങ്കരന്മാർ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഒരു കൊട്ടയിലാക്കി നദിയിൽ ഒഴുക്കി. എന്നാൽ ഒരു പക്ഷേ അവരുടെ ഭാവി എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞതുപോലെ ടൈബർ നദി അവരെ താഴേക്ക് ഒഴുക്കിക്കൊണ്ടുപോയി. നദിയുടെ ഓളങ്ങൾ അവരെ അപകടത്തിൽപ്പെടുത്താതെ ഭാവിയിൽ റോം നഗരം ഉയർന്നു വരാനിരിക്കുന്ന ഒരു തീരത്ത് പതുക്കെ കൊണ്ടെത്തിച്ചു. അവിടെ ഉപേക്ഷിക്കപ്പെട്ട ശിശുക്കളെ ഒരു പെൺചനായ കണ്ടെത്തി. അവൾ അവരെ ആക്രമിച്ചില്ല, പകരം ഒരു അമ്മയുടെ ഒരു വാത്സല്യത്തോടെ അവരെ പരിചരിച്ചു. സ്വന്തം മുലപ്പാൽ നൽകി അവൾ ആ കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കി. അങ്ങനെ മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ട ദൈവപുത്രന്മാർക്ക് ഒരു മൃഗം അമ്മയായിട്ട് മാറി. കുറച്ചു കാലത്തിന് ശേഷം ഫോസ്റ്റേഴ്സ് എന്ന പേരുള്ള ഒരു ആട്ടിടയൻ ആ കുഞ്ഞുങ്ങളെയും അവരെ പാലൂട്ടുന്ന ചെന്നായിയെയും കണ്ടു. അയാൾക്ക് കാര്യം മനസ്സിലായി. ആ കുഞ്ഞുങ്ങളെ അയാൾ തൻ്റെ കുടിലേക്ക് കൊണ്ടുപോയി സ്വന്തം മക്കളെ പോലെ സ്നേഹത്തോടെ വളർത്തി. ഇതാണ് ഇതിഹാസം. ആട്ടിടയൻ്റെ സംരക്ഷണയിൽ റോമുലസും റെമസും കരുത്തരായ യുവാക്കളായി വളർന്നു. കാലക്രമേണ അവർ തങ്ങളുടെ യഥാർത്ഥ മാതാപിതാക്കളെക്കുറിച്ചും രാജകീയ പൈതൃകത്തെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കി. തങ്ങളെ നദി രക്ഷിച്ച ആ തീരത്ത് തന്നെ ഒരു പുതിയ നഗരം സ്ഥാപിക്കാൻ അവർ തീരുമാനിച്ചു. എന്നാൽ അധികാരം എപ്പോഴും കലഹങ്ങൾക്ക് വഴിവെക്കുമല്ലോ. നഗരം ആര് ഭരിക്കും, അതിൻ്റെ അതിരുകൾ എവിടെയായിരിക്കണം എന്നതിനെ ചൊല്ലി സഹോദരന്മാർക്കിടയിൽ കടുത്ത തർക്കമുണ്ടായി. ആ തർക്കം ഒരു ദുരന്തത്തിലാണ് അവസാനിച്ചത്. റോമൻ ചരിത്രത്തിൽ ഉടനീളം പ്രതിധ്വനിക്കുന്ന ആ നിർഭാഗ്യകരമായ നിമിഷത്തിൽ റോമുലസ് സ്വന്തം സഹോദരനായ റെമസിനെ വധിച്ചു. അങ്ങനെ പുതിയ നഗരത്തിൻ്റെ ഏക സ്ഥാപകനായി അയാൾ മാറി. പിന്നീട് പാലറ്റൈൻ കുന്നെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ കുന്നിന് മുകളിൽ നിന്നുകൊണ്ട് റോമുലസ് ഒരു കലപ്പ ഉപയോഗിച്ച് തൻ്റെ പുതിയ നഗരത്തിൻ്റെ അതിരുകൾ വരച്ചു. ചരിത്രകാരന്മാർ ആ വർഷത്തെ BC 753 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ദിനം റോമക്കാർക്ക് അവരുടെ ചരിത്രത്തിൻ്റെ അളവുകോലായിട്ട് മാറി. അന്ന് റോം ഒരു മഹാനഗരമായിരുന്നില്ല. ടൈബർ നദിയെ നോക്കിക്കാണുന്നു പുല്ലുമെന്ന കുടിലുകളുടെ ഒരു ചെറിയ കൂട്ടം മാത്രമായിരുന്നു അത്. വടക്ക് കരുത്തരായ ലിട്ടോസ്ക നഗരങ്ങളുടെയും തെക്ക് സമ്പന്നമായ ഗ്രീക്ക് കോളനികളുടെയും നിഴലിലായിരുന്നു അതിൻ്റെ നിൽപ്പ്. തൻ്റെ ഈ ചെറിയ സമൂഹത്തെ ശക്തിപ്പെടുത്താൻ റോമുലസ് ഒരു ബുദ്ധിപരമായ നീക്കം നടത്തി. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും നാട് കടത്തപ്പെട്ടവർക്കും അഭയാർത്ഥികൾക്കും നിയമലംഘകർക്കും അയാൾ റോമിൽ അഭയം വാഗ്ദാനം ചെയ്തു. ഈ നീക്കം ഫലം കണ്ടു. റോമിലെ ജനസംഖ്യ വർദ്ധിച്ചു വന്നു. എന്നാൽ ഇതൊരു പുതിയ പ്രശ്നത്തിന് കാരണമായി. സ്ത്രീകളുടെ കടുത്ത അഭാവം. ഈ പ്രശ്നത്തിന് റോമുലസ് കണ്ടെത്തിയ പരിഹാരം റോമൻ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഏടുകളിൽ ഒന്നായിട്ട് മാറി. ഒരിക്കൽ സബീൻസ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള സ്ത്രീകളെ ഇദ്ദേഹം ഒരു ഉത്സവത്തിന് ക്ഷണിച്ചു. ആഘോഷങ്ങൾക്കിടയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം റോമൻ പുരുഷന്മാർ സബീൻസ് സ്ത്രീകളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി അവരെ തങ്ങളുടെ വധുക്കളാക്കി മാറ്റി. ഇങ്ങനെയൊക്കെയാണ് റോം എന്ന മഹാനഗരത്തിൻ്റെ തുടക്കം. റോമുലസിന് ശേഷം ഏകദേശം 2.5 നൂറ്റാണ്ടോളം റോം ഭരിച്ചത് രാജാക്കന്മാരായിരുന്നു. മൊത്തം 7 രാജാക്കന്മാർ റോമിൻ്റെ ആദ്യകാല വികാസത്തിന് വഴികാട്ടികളായി മാറി. അവർ ആ പുൽക്കുടിലുകളുടെ ഗ്രാമത്തെ ഒരു പ്രധാന പ്രാദേശിക ശക്തിയാക്കിയിട്ട് മാറ്റി. ആ 7 രാജാക്കന്മാരുടെ കഥകളാണ് റോമിൻ്റെ ചരിത്രത്തിലെ അടുത്ത അധ്യായം. റോമുലസ് സ്ഥാപിച്ച ചെറിയ നഗരം അവൻ്റെ പിൻഗാമികളുടെ കൈകളിൽ ഒരു പുതിയ ദിശയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. റോമിൻ്റെ സ്ഥാപകൻ ഒരു യോദ്ധാവായിരുന്നു എന്നുണ്ടെങ്കിൽ അവന് ശേഷം വന്ന രാജാക്കന്മാർ ഓരോരുത്തരും തനതായ കഴിവുകളുള്ളവരായിരുന്നു. അവർ ആ നഗരത്തിൻ്റെ സ്വഭാവത്തെ പ്രത്യേകമായിട്ട് രൂപപ്പെടുത്തി. റോമുലസിന് ശേഷം റോമിൻ്റെ 2ാമത്തെ രാജാവായി വന്നത് ന്യൂമ പോംപീലിയസ് ആയിരുന്നു. റോമുലസിനെ പോലെ ഒരു യുദ്ധക്കുതിയനൊന്നും ആയിരുന്നില്ല ന്യൂമ. അദ്ദേഹം ജ്ഞാനിയും അങ്ങേയറ്റം ഭക്തനുമായ ഒരു ഭരണാധികാരിയായിരുന്നു. റോമിൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന് പകരം അതിൻ്റെ സാമൂഹികവും മതപരവുമായ അടിത്തറ പാകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. റോമിൻ്റെ പല മതപരമായ പാരമ്പര്യങ്ങളും സ്ഥാപനങ്ങളും സ്ഥാപിച്ചത് ന്യൂമയാണ്. അദ്ദേഹം പോണ്ടിഫെക്സ് മാക്സിമസ് എന്നൊരു പദവി തന്നെ സൃഷ്ടിച്ചു, അതായത് റോമിലെ പ്രധാന പുരോഹിതൻ്റെ വേഷം. കൂടാതെ അദ്ദേഹം ജാനസ് ദേവൻ്റെ ക്ഷേത്രം സ്ഥാപിച്ചു. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിൻ്റെ വാതിലുകളിൽ സമാധാന കാലത്ത് മാത്രം അടച്ചിടുകയും യുദ്ധസമയത്ത് തുറന്നിടുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. റോമിൻ്റെ ചരിത്രത്തിൽ ആ വാതിലുകൾ അടഞ്ഞു കിടന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിച്ചൊരു കാര്യമായിരുന്നു. ന്യൂമയുടെ സമാധാനപരമായ ഭരണത്തിന് ശേഷം 3ാമത്തെ രാജാവായി തുലസ് ഹോസ്റ്റീലിയസ് അധികാരമേറ്റു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ഒരു പോരാളിയായിരുന്നു. ന്യൂമ തുടങ്ങി വെച്ച സമാധാനത്തിൻ്റെ പാതയിൽ നിന്ന് മാറി തുലസ് യുദ്ധത്തിലൂടെ റോമിൻ്റെ അതിർത്തികളെ വികസിപ്പിച്ചു. അയൽ നഗരമായ അൽബ ലോങ്കയുമായിട്ട് അദ്ദേഹം യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ റോം വിജയിച്ചു.
എന്നാൽ ശത്രുക്കളെ പൂർണ്ണമായും നശിപ്പിക്കുന്നതിന് പകരം തുലസ് ഒരു പുതിയ രീതിയാണ് നടപ്പിലാക്കിയത്. പരാജയപ്പെട്ട അൽബൻ ജനതയെ റോമിന്റെ ഭാഗമാക്കിയിട്ട് മാറ്റിയ അദ്ദേഹം. ഇത് റോമിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക ചുവടുവെപ്പായിരുന്നു. പരാജയപ്പെടുത്തുന്നവരെ തങ്ങളോടൊപ്പം ചേർക്കുന്ന ഒരു രീതി. ഭാവിയിൽ ഈ രീതി റോമിന് വലിയ നേട്ടങ്ങൾ സമ്മാനിച്ചു. ഈ കാലഘട്ടത്തിലാണ് കുറേശ്യയെ ഇരട്ട സഹോദരന്മാരുടെ ഇതിഹാസ തുല്യമായ പോരാട്ടം നടന്നത് എന്ന് പറയപ്പെടുന്നു. റോമിനെയും അൽബ ലോംഗയെയും കേന്ദ്രീകരിച്ച് ഒരു ഭാഗത്തു നിന്നും 3 സഹോദരന്മാർ വീതം പരസ്പരം പോരാടിയത്ര. ഒരു സമ്പൂർണ്ണ യുദ്ധം ഒഴിവാക്കി ഈ ദ്വന്ദ്വയുദ്ധത്തിലൂടെ 2 നഗരങ്ങളുടെയും ഭാവി നിർണ്ണയിക്കപ്പെട്ടു. റോമിന്റെ 4ാമത്തെ രാജാവ് അന്തസ് മാർഷ്യസ് ആയിരുന്നു. അദ്ദേഹം ഒരു നിർമ്മാതാവായിരുന്നു. ടൈബർ നദിക്ക് കുറുകെ റോമിലെ ആദ്യത്തെ പാലം നിർമ്മിച്ചത് അദ്ദേഹമാണ്. അഴിമുഖത്ത് ഓസ്റ്റിയ എന്ന തുറമുഖ നഗരം സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം റോമിന്റെ വ്യാപാര സാധ്യതകൾ വികസിപ്പിച്ചു. ഈ തുറമുഖം മെഡിറ്ററേനിയൻ ലോകവുമായി റോമിനെ ബന്ധിപ്പിക്കുന്ന വ്യാപാര പാതകൾ തുറന്നു. വളർന്നു വരുന്ന നഗരത്തിന് മെച്ചപ്പെട്ട പ്രതിരോധം നൽകുന്നതിനായി ജാനിക്കുലം കുന്നുകൂടി ഉൾപ്പെടുത്തി അദ്ദേഹം നഗരത്തിന്റെ അതിരുകൾ വീണ്ടും വികസിപ്പിച്ചു. റോം ഇപ്പോൾ ഒരു ഗ്രാമമല്ല, അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂമയുടെ ദൈവഭക്തിയും തുലസിന്റെ പോരാട്ട വീര്യവും അംഗസിന്റെ നിർമ്മാണ വൈദഗ്ധ്യവും റോമിന് പുതിയൊരു മുഖം നൽകി. എന്നാൽ റോമിന്റെ ചരിത്രത്തിന്റെ അടുത്ത അധ്യായം എഴുതാൻ പോകുന്നത് എട്രൂസ്കൻ സ്വാധീനമായിരുന്നു. അത് നഗരത്തിന്റെ സംസ്കാരത്തെയും ഘടനയെയും എന്നേക്കുമായി മാറ്റിമറിക്കാൻ തോന്നുന്ന ഒന്നായിരുന്നു. റോമിന്റെ യഥാർത്ഥ രൂപാന്തരം ആരംഭിക്കുന്നത് 5ാമത്തെ രാജാവായ ടാർക്വീനിയസ് പ്രിസ്കസിലൂടെയാണ്. എട്രൂസ്കൻ വംശജനായ അദ്ദേഹത്തിന്റെ വരവോടെ റോമൻ സംസ്കാരത്തിൽ എട്രൂസ്കൻ സ്വാധീനം പ്രകടമായി തുടങ്ങി. അതുവരെ കണ്ടു പരിചയിച്ചതിൽ നിന്നും വ്യത്യസ്തമായൊരു നിർമ്മാണ വൈദഗ്ധ്യവും കലാബോധവും അദ്ദേഹം റോമിലേക്ക് കൊണ്ടുവന്നു. ടാർക്വീനിയസ് പ്രിസ്കസ് ഒരു മഹാനായ നിർമ്മാതാവായിരുന്നു. നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന കൂറ്റൻ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കമിട്ടു. ക്യാപിറ്റോലിയൻ കുന്നിനു മുകളിൽ റോമൻ ദേവന്മാരിലെ പ്രധാനിയായ ജൂപ്പിറ്ററിനായിട്ട് ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് അദ്ദേഹമാണ്. രഥയോട്ട മത്സരങ്ങൾ പോലെയുള്ള വിനോദങ്ങൾക്കായിട്ട് അദ്ദേഹം സർക്കസ് മാക്സിമസ് എന്നറിയപ്പെടുന്ന ഒരു വലിയ സ്റ്റേഡിയം തന്നെ നിർമ്മിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മഹത്തായ സംഭാവന ഒരുപക്ഷെ ക്ലോക്ക മാക്സിമ എന്ന കൂറ്റൻ അഴുപ്പിച്ചാൽ പദ്ധതിയായിരുന്നു. കുന്നുകൾക്കിടയിൽ ചതുപ്പ് നിറഞ്ഞ രോഗങ്ങൾ പടർന്ന് പിടിച്ചിരുന്ന ഒരു താഴ്വര ഉണ്ടായിരുന്നു അക്കാലത്ത്. ഈ പദ്ധതിയിലൂടെ ആ ചതുപ്പിനെ വറ്റിച്ചിട്ട് ആ താഴ്വരയെ അദ്ദേഹം റോമിന്റെ ഹൃദയഭാഗമാക്കിയിട്ട് മാറ്റി. പിൽക്കാലത്ത് ലോക പ്രസിദ്ധമായ റോമൻ ഫോറം ആയി മാറിയ ആ പൊതുസ്ഥലം രൂപം കൊണ്ടത് ദീർഘവീക്ഷണമുള്ള ഇദ്ദേഹത്തിന്റെ ഈ പദ്ധതിയിലൂടെയാണ്. അദ്ദേഹത്തിന് ശേഷം 6ാമത്തെ രാജാവായി സെർവിയസ് ടൂലിയസ് അധികാരമേറ്റു. ഒരു നിർമ്മാതാവ് എന്നതിലുപരി അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. റോമിന്റെ ആദ്യത്തെ ഭരണഘടന നടപ്പിലാക്കിയത് സെർവിയസ് ആണ്. അദ്ദേഹം പൗരന്മാരെ അവരുടെ സമ്പത്തിന്റെയും സൈനികപരമായ കഴിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പല തട്ടുകളായിട്ട് തിരിച്ചു. സെഞ്ചൂറിയറ്റ് അസംബ്ലി എന്നറിയപ്പെട്ടിരുന്ന ഒരു സംഘടനാ സംവിധാനമായിട്ട് അത് പിന്നീട് മാറി. പിന്നീട് നൂറ്റാണ്ടുകളോളം റോമിന്റെ സൈനികവും രാഷ്ട്രീയവുമായ ജീവിതത്തിന് നിർണായക പങ്ക് വഹിച്ച ഒന്നായിരുന്നു ഈ സെഞ്ചൂറിയറ്റ് അസംബ്ലി. സെർവിയസിന്റെ ഏറ്റവും വലിയ ഭൗതികപരമായ സംഭാവന എന്താണെന്ന് വെച്ചാൽ റോമിന് ചുറ്റും അദ്ദേഹം പണി കഴിപ്പിച്ച കൂറ്റൻ പ്രതിരോധ മതിലായിരുന്നു. അതുവരെ ചിതറിക്കിടന്ന പല ഭാഗങ്ങളും ഒരുമിപ്പിച്ചിട്ട് പ്രശസ്തമായ 7 കുന്നുകൾ, റോമിന്റെ പ്രശസ്തമായ 7 കുന്നുകളുണ്ട്. പാലറ്റൈൻ, അവന്റൈൻ, ക്യാപിറ്റോലൈൻ, ക്വിഡിനൽ, വിമിനൽ, എസ്കുലൈൻ, കലീൻ എന്നാണ് ആ കുന്നുകളുടെ പേര്. അവയെല്ലാം വളഞ്ഞുകൊണ്ട് അദ്ദേഹം നഗരത്തിന് ചുറ്റും സുരക്ഷിതമായ ഒരു അതിർത്തി നൽകി. ഈ മതിൽ വന്നതോടെ റോം ശരിക്കും ഒരു സംരക്ഷിത നഗരമായിട്ട് തന്നെ മാറി. ഇങ്ങനെ ടാർക്വീനിയസിന്റെ നിർമ്മാണത്തിലും സെൽവിയസിന്റെ പരിഷ്കാരങ്ങളിലും റോമിനെ ഒരു പ്രാദേശിക ശക്തിയിൽ നിന്നും ഒരു യഥാർത്ഥ നാഗരിക ശക്തിയായിട്ട് ആ രാജാക്കന്മാർ മാറ്റി. അതിൻ്റെ ഘടനയും നിയമങ്ങളും കൂടുതൽ വ്യക്തമായി. ജനസംഖ്യ വർദ്ധിച്ചു വന്നു, പ്രതിരോധം ശക്തമായി കൊണ്ടിരുന്നു. പക്ഷേ രാജഭരണത്തിന്റെ സുവർണകാലം അവസാനിക്കാറായിരുന്നു. റോമിന്റെ 7ാമത്തെയും അവസാനത്തെയും രാജാവ് സിംഹാസനത്തിലേക്ക് വരാനിരിക്കുന്നേ ഉള്ളായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം റോമിന്റെ ചരിത്രത്തെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിട്ടു. രാജഭരണത്തിന് എന്നേക്കുമായി അന്ത്യം കുറിക്കുകയും ചെയ്തു. അഹങ്കാരിയായ അടുത്ത രാജാവിന്റെ അഥവാ അവസാനത്തെ 7ാമത്തെ രാജാവിന്റെ കഥയാണ് ഈ പറയുന്നത്. സെർവിയസ് ടൂലിയസിന് ശേഷം റോമിന്റെ 7ാമത്തെയും അവസാനത്തെയും രാജാവായി അധികാരത്തിൽ വന്നത് ടാർക്വീനിയസ് സൂപ്പർബസ് എന്നൊരാളായിരുന്നു. ചരിത്രം അയാളെ ഓർക്കുന്നത് അഹങ്കാരിയായ ടാർക്വിൻ എന്ന പേരിലാണ്. ആ പേര് അന്വർത്ഥമാക്കുന്നതായിരുന്നു അയാളുടെ ഭരണം. മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അയാൾ ഒരു സ്വേച്ഛാധിപതിയെ പോലെയാണ് ഭരിച്ചത്. അയാളുടെ ഭരണകാലത്തും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. തൻ്റെ പൂർവികനായ ടാർക്വീനിയസ് പ്രിസ്കസ് ആരംഭിച്ച ജൂപ്പിറ്ററിന്റെ മഹാക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കിയത് ഇയാളാണ്. എന്നാൽ ഈ നിർമ്മാണങ്ങളെല്ലാം ഒന്നും തന്നെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നില്ല ഇദ്ദേഹം ചെയ്തത്.
മറിച്ച് സ്വന്തം പ്രതാപം കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഇയാൾ ഇത്ര നിർമ്മാണങ്ങളെല്ലാം ചെയ്തത്. അയാളുടെ അഹങ്കാരവും ക്രൂരതയും റോമിലെ പ്രഭുകുലത്തെയും സാധാരണക്കാരെയും ഒരുപോലെ വെറുപ്പിച്ചു. ജനങ്ങൾക്കിടയിൽ അതൃപ്തിയുടെ ഒരു തീക്കനൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരുന്നു ഇയാളുടെ ഈ ഭരണപരിഷ്കാരങ്ങളും ഭരണവും കൊണ്ട്. ആ തീ ആളി കത്തിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം വേണ്ടി വന്നു. ആ സംഭവം റോമിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു ദുരന്തമായിരുന്നു. അതിൻ്റെ ഇര ലുക്രീഷ്യ എന്നൊരു സൽഗുണസമ്പന്നയായ ഒരു റോമൻ കുലീന വനിതയായിരുന്നു. രാജാവായ ടാർക്കിൻ സൂപ്പർബസിന് ഒരു മകനുണ്ടായിരുന്നു, സെക്സ്റ്റസ് ടാർക്വീനിയസ്. ലുക്രീഷ്യയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ഈ സെക്സ്റ്റസ് ടാർക്വീനിയസ് ഒരു രാത്രി അവളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി അവളെ ബലാത്സംഗം ചെയ്തു. ഈ ക്രൂരകൃത്യം ലുക്രീഷ്യയെ തളർത്തിക്കളഞ്ഞു. പക്ഷേ നിശബ്ദയായിട്ടിരിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അവൾ തൻ്റെ ഭർത്താവായ കൊളാറ്റീനിയസിനെയും പിതാവിൻ്റെയും സഹോദരങ്ങളെയും ഒക്കെ വിളിച്ചു വരുത്തി തനിക്ക് സംഭവിച്ച ഈ ക്രൂരത എന്താണ് എന്നുള്ളത് അവരെ അറിയിച്ചു. ഈ അപമാനത്തിന് പകരം ചോദിക്കുമെന്ന് അവരെ കൊണ്ട് അവൾ സത്യം തോൽപ്പിച്ചു. അതിനുശേഷം തൻ്റെ പരിശുദ്ധി നഷ്ടപ്പെട്ട തനിക്ക് ഇനി ജീവിക്കാൻ അർഹതയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് എല്ലാവരും നോക്കി നിൽക്കെ ഒരു കടാര എടുത്ത് അവൾ സ്വന്തം ഹൃദയത്തിലേക്ക് കുത്തിയിറക്കി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ലുക്രീഷ്യയുടെ മരണം റോമിനെ ഞെട്ടിച്ചു കളഞ്ഞു. അവളുടെ രക്തസാക്ഷിത്വം അതുവരെ പുകഞ്ഞു കൊണ്ടുപോകുന്ന ജനരോഷത്തെ ഒരു കാട്ടുതീയായിട്ട് മാറ്റി. ആ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ലൂഷ്യസ് ജൂലിയസ് ബ്രൂട്ടസ് എന്നൊരു പ്രഭുവായിരുന്നു. ലുക്രീഷ്യയുടെ രക്തം പുരണ്ട കടാര കയ്യിലെടുത്തുകൊണ്ട് ടാർക്കിൻ കുടുംബത്തെ റോമിൽ നിന്ന് എന്നേക്കുമായി തുരത്തുന്നു. ഇനി റോമിലൊരു രാജാവ് വാഴാൻ താൻ അനുവദിക്കില്ല എന്നൊക്കെ അയാൾ ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് ശപഥം ചെയ്തു. ലുക്രീഷ്യയുടെ ഭർത്താവായ കൊളാറ്റിനസും ബ്രൂട്ടസിനൊപ്പം ചേർന്നു. പ്രഭുക്കന്മാരും ജനങ്ങളും ഒരുപോലെ അവർക്ക് പിന്നിൽ അണിനിരന്നു. റോം അങ്ങനെ ഒരു വിപ്ലവത്തിൻ്റെ വക്കിലെത്തി. BC 509 ആ വിപ്ലവം നടന്നു. രാജഭരണം അട്ടിമറിക്കപ്പെട്ടു. അഹങ്കാരിയായ ടാർക്വിനെയും കുടുംബത്തെയും റോമിൽ നിന്ന് അവർ നാട് കടത്തി. അതോടെ റോമിലെ രാജഭരണത്തിൻ്റെ യുഗം അവസാനിച്ചു. അങ്ങനെ റോമിൻ്റെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം തുറന്നു. റോമൻ റിപ്പബ്ലിക് പിറന്നു. ഒരു വ്യക്തിയുടെ കയ്യിൽ അധികാരം കേന്ദ്രീകരിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് റോമക്കാർക്ക് അപ്പോഴേക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ ഒന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു പുതിയ ഭരണ സംവിധാനമായിരുന്നു ഈ റിപ്പബ്ലിക്. രാജാവിന് പകരം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾ. ആ പുതിയ സംവിധാനം റോമിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ചിന്തയെ വെറും സഹസ്രാബ്ദങ്ങളിൽ സ്വാധീനിക്കാൻ പോവുകയായിരുന്നു. അവസാനത്തെ രാജാവായ ടാർക്കിൻ സൂപ്പർബസ് നാട് കടത്തപ്പെട്ടതോടെ റോമൻ ജനത ഒരു പുതിയ യുഗത്തിൻ്റെ പുലരിയിലെത്തി. നഗരത്തിൻ്റെ ശൈശവദശയിൽ വഴികാട്ടിയായിരുന്ന രാജഭരണം അങ്ങനെ എന്നേക്കുമായിട്ട് അവസാനിച്ചു. പകരം ഭരണം ജനങ്ങളുടേതാക്കുന്ന ഒരു ധീരമായ പരീക്ഷണം തന്നെയാണ് അവർ ആരംഭിച്ചത്. അടുത്ത 5 നൂറ്റാണ്ട് കാലം റോമിൻ്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത് ഈ ഒരു സംവിധാനമായിരുന്നു. അതെ, റോമൻ റിപ്പബ്ലിക്. അഹങ്കാരിയായ ടാർക്കിൻ്റെ കീഴിൽ അനുഭവിച്ച സ്വേച്ഛാധിപത്യം ആവർത്തിക്കാതിരിക്കാൻ അതീവ ശ്രദ്ധയോടെയാണ് ഈ പുതിയ ഭരണ സംവിധാനം അവർ രൂപകൽപ്പന ചെയ്തത്. ഒരു വ്യക്തിയുടെ കയ്യിൽ അധികാരം കേന്ദ്രീകരിക്കുന്നത് തടയുക എന്നത് തന്നെയായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. രാജാവിന് പകരം വർഷം തോറും തിരഞ്ഞെടുക്കപ്പെടുന്ന 2 ഭരണാധികാരികൾ വന്നു. അവരെ കോൺസൽമാരെന്ന് വിളിച്ചു. ഓരോ കോൺസലിലും മറ്റൊരാളുടെ തീരുമാനത്തെ വീറ്റോ ചെയ്യാനുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നു. ഈ സംവിധാനം ഒരാൾക്കും തനിച്ച് റോമിൻ്റെ രാഷ്ട്രീയത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുവരുത്തി. ഈ കോൺസൽമാർക്ക് പിന്നിൽ സെനറ്റ് എന്നൊരു ഉപദേശക സമിതി കൂടെ അവർ നിർമ്മിച്ചു. കുലീന കുടുംബങ്ങളിൽ നിന്നുള്ള മുതിർന്ന അംഗങ്ങളായിരുന്നു സെനറ്റിൽ ഉണ്ടായിരുന്നത്. നിയമപരമായി നിയമങ്ങൾ നിർമ്മിക്കാൻ അവർക്ക് അധികാരമില്ലായിരുന്നുവെങ്കിലും അവരുടെ ഉപദേശങ്ങൾ കോൺസൽമാരും ജനങ്ങളും വലിയ വില കൽപ്പിച്ച ഒന്നായിരുന്നു. എന്നാൽ റിപ്പബ്ലിക്കിൻ്റെ ആദ്യകാലത്തൊന്നും അത്ര സുഖകരമായ ഒരു ഇതല്ല ഉണ്ടായിരുന്നത്. നാട് കടത്തപ്പെട്ട ടാർക്കിൻ രാജാവ് വെറുതെ ഇരുന്നില്ല. അയാൾ അയൽ രാജ്യങ്ങളുമായിട്ടും അയൽ നഗരങ്ങളുമായിട്ടൊക്കെ സഖ്യമുണ്ടാക്കി റോമിനെതിരെ പടയൊരുക്കം നടത്തി. ശക്തനായ എട്രൂസ്കൻ പ്രഭുവായിരുന്ന ലാർസ് പോർസേന എന്നൊരാളുണ്ടായിരുന്നു. അയാളുടെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം തന്നെ റോം വളഞ്ഞു. ഈ സമയത്താണ് ഹൊറേഷ്യസ് കൊക്കിൾസ് എന്ന റോമൻ വീരൻ്റെ കഥ പ്രചരിക്കുന്നത്. നമ്മൾ ധീര എന്ന സിനിമയിൽ കണ്ട രാംചരണിനെ പോലെയുള്ള ഒരു കഥയാണിത്. എട്രൂസ്കൻ സൈന്യം നഗരത്തിലേക്ക് കടക്കുന്നത് തടയാൻ ഒരു പാലം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹൊറേഷ്യസ് ഈ പാലത്തിൽ ഒറ്റയ്ക്ക് നിലയുറപ്പിച്ചു, ശത്രുക്കളെ തടഞ്ഞു നിർത്തി. ആ സമയം കൊണ്ട് അവൻ്റെ സഹപ്രവർത്തകർ പിന്നിൽ നിന്നും പാലം നശിപ്പിച്ചത്ര. അങ്ങനെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ട് ഹൊറേഷ്യസ് നഗരത്തെ രക്ഷിച്ചു എന്നാണ് കഥ. പുറത്തു നിന്നുള്ള ശത്രുക്കൾ മാത്രമല്ല റോമിനുണ്ടായിരുന്നത്, റോമിൻ്റെ അകത്തും വലിയ വെല്ലുവിളികളുണ്ടായിരുന്നു. റിപ്പബ്ലിക്കിൻ്റെ ആദ്യകാലങ്ങളിൽ ഭരിച്ചിരുന്നത് പട്രീഷ്യന്മാർ എന്നറിയപ്പെടുന്ന ഒരു തരം പാരമ്പര്യ പ്രഭുക്കന്മാരായിരുന്നു. രാഷ്ട്രീയവും മതപരവുമായ എല്ലാ സ്ഥാപനങ്ങളും ഈ പ്രഭുക്കന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ റോമിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ പ്ലൂബിയന്മാർ അധികാരത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. ആ കാലത്ത് ഈ പലരും പെട്രീഷ്യൻ ഭൂവുടമകളിൽ നിന്നും കടം വാങ്ങേണ്ടി വന്നു. കടക്കണിയിലായി അടിമകളെ പോലെ ജീവിക്കേണ്ടി വന്ന അവസ്ഥയിലായി ഈ എണ്ണത്തിൽ കൂടുതലുള്ള പ്ലൂബിയന്മാർ.
അങ്ങനെ ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിലുള്ള സംഘർഷം നൂറ്റാണ്ടുകളോളം റോമൻ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തി. ആദ്യത്തെ വലിയ സൈനിക സാമൂഹിക പ്രതിസന്ധി വന്നത് പ്ലിബ്ലിയൻ സൈനികർ നഗരം വിട്ടു പോയപ്പോഴാണ്. റോമിന്റെ സൈനിക ശക്തിയുടെ നട്ടല്ലായിരുന്നു ഈ പ്ലിബ്ലിയൻ സൈനികർ. അവർ തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് സേവനം നിർത്തി ഒരു പുണ്യപർവ്വതത്തിലേക്ക് പിൻവാങ്ങി. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ പൊതു പണിമുടക്കായിരുന്നു ഇത്. ഈ അസാധാരണ നടപടി പട്രീഷ്യന്മാരെ ചർച്ചകൾക്ക് നിർബന്ധിതരാക്കി. ഇതിന്റെ ഫലമായിട്ട് ട്രിബ്യൂൺ ഓഫ് ദി പ്ലെബ്സ് എന്നൊരു പുതിയ പദവി തന്നെ സൃഷ്ടിക്കപ്പെട്ടു. പ്ലിബ്ലിയന്മാരുടെ താല്പര്യങ്ങൾക്ക് ഹാനികരമായ നിയമങ്ങളെ വിറ്റോ ചെയ്യാനുള്ള അധികാരമുള്ള മജിസ്ട്രേറ്റുകളായിരുന്നു ഈ ട്രിബ്യൂൺ ഓഫ് ദി പ്ലെബ്സ്. ട്രിബ്യൂണുകളുടെ ജീവനം പവിത്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അവരെ ഉപദ്രവിക്കുന്ന ആർക്കും മരണശിക്ഷ ഉറപ്പായിരുന്നു അക്കാലത്ത്. അങ്ങനെ പുതിയ റിപ്പബ്ലിക് അതിൻ്റെ ആന്തരികവും ബാഹ്യവുമായ വെല്ലുവിളികളെ അതിജീവിച്ച് പതുക്കെ പതുക്കെ ഇറ്റലിയുടെ ഹൃദയഭൂമിയിൽ അതിൻ്റെ സ്വാധീനം ഉറപ്പിക്കാൻ തുടങ്ങി. പ്ലിബ്ലിയന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ട്രിബ്യൂണുകൾ വന്നതോടെ റോമിൻ്റെ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് ഒരു പരിധിവരെ ശമനമുണ്ടായി. എന്നാൽ നിയമം അപ്പോഴും പട്രീഷ്യന്മാരുടെ കയ്യിലുള്ള ഒരു രഹസ്യ ആയുധം തന്നെയായിരുന്നു. അവർക്ക് താല്പര്യമുള്ള രീതിയിൽ ഈ പ്രഭുക്കന്മാർ നിയമങ്ങളെ വ്യാഖ്യാനിച്ചു. ഇതിനൊരു പരിഹാരം വേണമെന്ന് എല്ലാവർക്കും തോന്നി. അങ്ങനെയാണ് റോമൻ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലുണ്ടാവുന്നത്. അതെ, അതിൻ്റെ പേര് 12 ഫലകങ്ങൾ എന്ന ഒരു സംഭവമായിരുന്നു അത്. റോമിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയായിരുന്നു ഈ 12 ഫലകങ്ങൾ. 12 വെങ്കല ഫലകങ്ങൾ നിയമങ്ങൾ കൊത്തിവെച്ചിട്ട് എല്ലാവർക്കും കാണാനും വായിക്കാനും വേണ്ടി ഫോറത്തിൽ അവർ പരസ്യമായി സ്ഥാപിച്ചു. ഫോറത്തിന് ഓർമ്മയുണ്ടല്ലോ അല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞ ചതുപ്പ് നികത്തിയിട്ട് അവരുണ്ടാക്കിയ ഫോറം. അതെ, അവിടെ അവർ അത് പരസ്യമായിട്ട് സ്ഥാപിച്ചു. അതോടെ നിയമ നടപടികൾ സുതാര്യമായിട്ട് മാറി. പട്രീഷ്യന്മാർ രഹസ്യമായി നിയന്ത്രിച്ചിരുന്ന നിയമവ്യവസ്ഥകൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കപ്പെട്ടു. ഈ നിയമങ്ങളിലും ഉന്നത കുലജാതർക്ക് അനുകൂലമായ പല കാര്യങ്ങളുണ്ടായിരുന്നു. നിയമങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒന്നായിരിക്കണമെന്ന തത്വം സ്ഥാപിക്കപ്പെട്ടത് ഇതിൻ്റെ വലിയൊരു മുന്നേറ്റം തന്നെയായിരുന്നു. ഈ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ റോം അതിൻ്റെ സ്വാധീനം മധ്യ ഇറ്റലിയിൽ ഉടനീളം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും കൂടെ തുടങ്ങിയിരുന്നു. വോൾസി, അക്വി, സബീൻസ് തുടങ്ങിയ അയൽ ജനവിഭാഗങ്ങളുമായിട്ട് അവർ നിരന്തരം യുദ്ധം ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമ്പന്നരായ എട്രൂസ്കൻ നഗരമായ വെയ് എന്നൊരു നഗരം പിടിച്ചടക്കിയതായിരുന്നു. റോമിൽ നിന്ന് വെറും 12 മൈൽ അകലെയുള്ള ഈ നഗരം കീഴടക്കി അവർ റോമിൻ്റെ അധീനതയിലുള്ള പ്രദേശം ഒറ്റയടിക്ക് ഇരട്ടിയാക്കിയിട്ട് നോക്കി. എന്നാൽ ഈ വളർച്ചയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെ അവർക്ക് നേരിട്ടു. കെൽറ്റിക് ഗോൾസ് വംശജർ വടക്കു നിന്നും ഇറ്റലിയിലേക്ക് ഇരച്ചു കയറി. അലിയ നദിയുടെ തീരത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ അവർ റോമൻ സൈന്യത്തെ ദയനീയമായിട്ട് പരാജയപ്പെടുത്തി. തുടർന്ന് അവർ റോം നഗരം കൊള്ളയടിച്ചു. നഗരത്തിൻ്റെ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടു. ക്യാപിറ്റോലയം കുന്നിലെ കോട്ടയിൽ അഭയം തേടിയ കുറച്ച് സൈനികർക്കും കുറച്ച് പ്രതിരോധിക്കാൻ നിൽക്കുന്ന ആളുകൾക്കും മാത്രമേ അന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞുള്ളൂ. ഒരു ഐതിഹ്യം അനുസരിച്ചിട്ട് രാത്രിയുടെ മറവിൽ കോട്ടയിലേക്ക് ഒളിച്ചു കയറാൻ ശ്രമിച്ച ഗോൾസൈനികരെ കുറിച്ച് റോമക്കാരെ ആദ്യമായി അറിയിച്ചത് ജൂനോ ദേവിയുടെ ക്ഷേത്രത്തിലെ പുണ്യ അരയണങ്ങളായിരുന്നു. അവയുടെ ശബ്ദം കേട്ടുണർന്ന റോമൻ പടയാളികൾ ആ ആക്രമണം തടഞ്ഞു എന്നാണ് കഥ. അവസാനം ഒരു വലിയ തുക സ്വർണം മോചനദ്രവ്യമായി നൽകിയ ശേഷമാണ് ആ ഗോളുകൾ പിൻവാങ്ങിയത്. ഈ ദുരന്തത്തിന് ഞെട്ടിക്കുന്ന ഓർമ്മ നൂറ്റാണ്ടുകളോളം റോമൻ ജനതയുടെ മനസ്സിൽ ഒരു പേടി സ്വപ്നമായിട്ട് നിലനിന്നു. അവിശ്വസനീയമായ കാര്യം എന്താണെന്നാൽ ഈ മഹാദുരന്തത്തിൽ നിന്നും റോം വളരെ വേഗത്തിൽ കരകയറി എന്നുള്ളതാണ്. അവർ വേഗത്തിൽ നഗരം പുനർനിർമ്മിച്ചു. മുമ്പത്തേക്കാൾ ശക്തമായ മതിലുകൾ പണിതു. ഏതാനും ദശാബ്ദങ്ങൾക്കുള്ളിൽ റോം തങ്ങളുടെ ലാറ്റിൻ സഖ്യശക്തികളെ പരാജയപ്പെടുത്തി. അവരെ തങ്ങളുടെ വളരുന്ന രാഷ്ട്രത്തിൻ്റെ തന്നെ ഭാഗമാക്കിയിട്ട് മാറ്റി. ചില ലാറ്റിൻ സമൂഹങ്ങൾക്ക് പൂർണ്ണമായ റോമൻ പൗരത്വം അവർ നൽകി. മറ്റു ചിലർക്ക് ഭാഗിക അവകാശങ്ങളും നൽകി. പൗരത്വം അവർ പല തട്ടുകളിലായിട്ട് നൽകുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. റോമൻ ഭരണതന്ത്രത്തിൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു ഈ തട്ടുകളായിട്ട് നൽകുന്ന പൗരത്വ രീതി. റോമിൻ്റെ വളർച്ച അനിവാര്യമായും മറ്റു പ്രാദേശിക ശക്തികളുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് വഴിവെച്ചു. മധ്യ ഇറ്റലിയിലെ പർവ്വത പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന സാമ്നൈറ്റുകളുമായിട്ട് അവർ 3 കഠിനമായിട്ടുള്ള യുദ്ധങ്ങൾ നടത്തി. ആ യുദ്ധങ്ങൾക്കൊടുവിൽ ഇറ്റാലിയൻ ഉപദ്വീപിൻ്റെ ഒരു തീരം മുതൽ മറ്റേ തീരം വരെ റോമിൻ്റെ നിയന്ത്രണത്തിലായിട്ട് മാറി. ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ റോമിൻ്റെ ശ്രദ്ധ തെക്കോട്ട് തിരിഞ്ഞു. അവിടെ മാഗ്ന ഗ്രേഷ്യ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന സങ്കീർണമായ ഗ്രീക്ക് നഗരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ നഗരങ്ങളെയെല്ലാം റോം തൻ്റെ കുടക്കീഴിൽ കൊണ്ടുവന്നു. താമസിയാതെ പോ നദിക്ക് തെക്കുള്ള മുഴുവൻ ഇറ്റാലിയൻ ഉപദ്വീപും റോമിൻ്റെ നിയന്ത്രണത്തിലായിട്ട് മാറി. ഇറ്റലി മുഴുവൻ ഒരു ഭരണത്തിന് കീഴിൽ ഒന്നിച്ചത് പുരാതന ലോകത്ത് സത്യത്തിലൊരു വിപ്ലവം തന്നെയായിരുന്നു. റോം വെറും അന്ന് നമ്മൾ കണ്ട പഴയൊരു നഗരമല്ലാത്തപോലെ മറിച്ച് ഇറ്റാലിയൻ ഉപദ്വീപിൻ്റെ മുഴുവൻ അധിപനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു.
ഈ ഇറ്റാലിയൻ സഖ്യം റോമിന് മറ്റേതൊരു മെഡിറ്ററേനിയൻ ശക്തിയേക്കാളും വലിയ മനുഷ്യ വിഭവശേഷി തന്നെയാണ് നൽകിയത്. വരാനിരിക്കുന്ന വലിയ സംഘടനകളിൽ അഥവാ വലിയ യുദ്ധങ്ങളിൽ ഇത് റോമിന് നിർണായകമായ നേട്ടമായിരുന്നു. ഇറ്റലി കീഴടക്കിയ റോമിൻ്റെ കണ്ണുകളെ അതിനുശേഷം മെഡിറ്ററേനിയൻ കടലിനെ കടന്നിട്ട് സിസിലി ദ്വീപിലേക്ക് കടന്നു. അവിടെ മറ്റൊരു മഹാശക്തിയായിരുന്നു അവരെ കാത്തിരുന്നത്, കാർത്തേജ്. ഇറ്റലി മുഴുവൻ കാൽക്കീഴിലായ റോമിൻ്റെ ശ്രദ്ധ സിസിലിയിലേക്ക് തിരിഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു. സിസിലിയുടെ പടിഞ്ഞാറൻ ഭാഗം നിയന്ത്രിച്ചിരുന്നത് കാർത്തേജ് ആയിരുന്നു. വടക്കേ ആഫ്രിക്കയെ ആസ്ഥാനമാക്കി മെഡിറ്ററേനിയനിലെ ഏറ്റവും ശക്തമായ സമുദ്രശക്തിയായിരുന്നു ഈ കാർത്തേജ്. നൂറ്റാണ്ടുകളുടെ കച്ചവട പാരമ്പര്യവും കരുത്തുറ്റ നാവിക സേനയുമായിരുന്നു കാർത്തേജുകാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് മാമർട്ടൻസ് എന്നൊരു കൂട്ടം ഇറ്റാലിയൻ കൂലിപ്പട്ടാളക്കാർ സിസിലിയിൽ വെച്ച് കാർത്തേജുകാരിൽ നിന്നും സിറാക്കൂസുകാരിൽ നിന്നും തങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞിട്ട് റോമിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇത് റോമിനെ ഒരു അസന്നിഗ്ധാവസ്ഥയിലാണ് കൊണ്ടെത്തിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അഭ്യർത്ഥന സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാർത്തേജുമായിട്ട് നേരിട്ടുള്ള ഒരു യുദ്ധം എന്നാണ്. അല്ല, കടലിനോട് പക്ഷേ അത് അഫോർഡ് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലോ ഒരു ഇതിലോ ഒന്നും ആയിരുന്നില്ല അന്നത്തെ റോം. കാരണം എന്താണെന്ന് വെച്ചാൽ കാർത്തേജിനോട് കടലിൽ മത്സരിക്കാനുള്ള കഴിവ് റോമിനില്ലായിരുന്നു. എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും റോമൻ സെനറ്റ് ആ അഭ്യർത്ഥന സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ആ തീരുമാനം ഒന്നാം പ്യൂണിക് യുദ്ധത്തിന് തിരികൊളുത്തി. ഈ യുദ്ധമാണ് റോമിൻ്റെ നാവിക ശക്തിയാക്കാൻ കാരണം. റോമിനെ ഒരു നാവിക ശക്തിയാക്കാൻ കാരണം ഈ ഒന്നാം പ്യൂണിക് യുദ്ധമാണ്. കാരണം കാർത്തേജിൻ്റെ പ്രധാന ശക്തി കടലാണ്. അതിനെ കീഴടക്കണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു നാവികസേന തന്നെ വേണം റോമിന്. തുടക്കത്തിൽ അവർക്ക് പല പരാജയങ്ങളും നേരിട്ടു. പിന്നീട് അവർ കാർത്തേജിൻ്റെ ഒരു കപ്പൽ പിടിച്ചെടുത്തു. ആ കപ്പൽ മാതൃകയാക്കിയിട്ട് അവർ ഒരു കപ്പൽ പട തന്നെ നിർമ്മിച്ചു. പക്ഷേ ആ കപ്പൽ പട അതേപോലെ തന്നെ ഈച്ചക്കൊപ്പി അടിക്കുകയൊന്നുമല്ല അവർ ചെയ്തത്. വെറുതെ കപ്പൽ നിർമ്മിക്കാതെ അതിലൊരു പുതിയ കണ്ടുപിടുത്തം കൂടെ അവർ ചേർത്തു. കോർവസ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഇതൊരു തരം നടപ്പാലായിരുന്നു. ശത്രുക്കളുടെ കപ്പലിനോട് അടുക്കുമ്പോൾ ഈ പാലം അവരുടെ കപ്പലിലേക്ക് ഇട്ട് അതുവഴി സൈനികർക്ക് അപ്പുറത്തേക്ക് ചാടി കരയിൽ യുദ്ധം ചെയ്യുന്ന പോലെ യുദ്ധം ചെയ്യാനുള്ള ഒരു സംവിധാനമായിരുന്നു അത്. നമ്മളിത് കണ്ടിട്ടുണ്ട്. പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ സിനിമയിൽ നമ്മൾ കണ്ട അതേപോലത്തെ സാധനം തന്നെയാണ്. കൊടുങ്കാറ്റിലും യുദ്ധത്തിലും കനത്ത നഷ്ടങ്ങൾ സംഭവിച്ചുവെങ്കിലും റോമക്കാർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവരുടെ സ്ഥിരോത്സാഹം ഒടുവിൽ ഫലം കാണുക തന്നെ ചെയ്തു. കാർത്തേജ് പരാജയം സമ്മതിച്ചു. അവർ സിസിലി റോമിന് വിട്ടുകൊടുത്തു. കൂടാതെ വലിയൊരു തുക നഷ്ടപരിഹാരമായി നൽകുകയും ചെയ്തു. എന്നാൽ ഈ സമാധാനം അധിക കാലമൊന്നും നീണ്ടു നിന്നില്ല. രണ്ടാം പ്യൂണിക് യുദ്ധം റോമിനെ നാശത്തിന്റെ വക്കോളം എത്തിച്ചു. ഇത്തവണ കാർത്തേജിനെ നയിച്ചത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൈനിക തന്ത്രജ്ഞരിൽ ഒരാളായ ഹാനിബാൾ ബാർട്ടയായിരുന്നു. ഹാനിബാൾ അവിശ്വസനീയമായിട്ടുള്ളൊരു നീക്കം നടത്തി. യുദ്ധവീരന്മാരായ ആനകളെയും കൊണ്ട് ഒരു വലിയ സൈന്യവുമായിട്ട് അയാൾ സ്പെയിനിൽ നിന്നും ആൽസ് പർവ്വതം കടന്ന് ഇറ്റലിയിലേക്ക് പ്രവേശിച്ചു. ആരും പ്രതീക്ഷിക്കാത്തൊരു നീക്കമായിരുന്നു അത്. ആ നീക്കം റോമിനെ സത്യത്തിൽ ഞെട്ടിച്ചു. ട്രിപ്പിയ നദീതീരത്തും ട്രാസ്മീൻ തടാക കരയിലും പിന്നെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ യുദ്ധങ്ങളിലൊന്നായ കാനയിലും വെച്ച് ഹാനിബാൾ റോമൻ സൈന്യങ്ങളെ തകർത്തെറിഞ്ഞു. കാനയിൽ മാത്രം ഒരൊറ്റ ദിവസം കൊണ്ട് ഏകദേശം 50,000 റോമൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. ഇത്രയും വലിയ ദുരന്തങ്ങൾ നേരിട്ടിട്ടും റോം കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. ഹാനിബാൾ ഇറ്റലിയിലൂടെ മുന്നേറിക്കൊണ്ടേയിരുന്നു. റോമിൻ്റെ പല സഖ്യകക്ഷികളെയും തൻ്റെ പക്ഷത്താക്കി അദ്ദേഹം. എന്നാൽ റോം പുതിയ സൈന്യങ്ങളെ രൂപീകരിച്ചുകൊണ്ടേയിരുന്നു. ക്വിൻറ്റസ് ഫാബിയസ് മാക്സിമസ് എന്ന ഒരു ജനറൽ ഹാനിബാളുമായിട്ട് നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കി ഒളിപ്പോരുകളിലൂടെയും മറ്റും അയാളെ തളർത്തുന്ന ഒരു തന്ത്രമാണ് സ്വീകരിച്ചത്. അതേസമയം സ്കിപ്പിയോ എന്നൊരു യുവ സൈന്യാധിപനുണ്ടായിരുന്നു. അദ്ദേഹം യുദ്ധം കാർത്തേജിൻ്റെ സ്വന്തം മണ്ണായ ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കാർത്തേജ് നഗരം അപകടത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ ഹാനിബാളിന് തൻ്റെ യുദ്ധങ്ങളെ അവസാനിപ്പിച്ച് തൻ്റെ സ്വന്തം നഗരത്തിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സ്ഥിതി വന്നു. അതോടെ രണ്ടാം പ്യൂണിക് യുദ്ധവും അവസാനിച്ചു. കാർത്തേജ് തങ്ങളുടെ നാവികസേനയും വിദേശ അധീന പ്രദേശങ്ങളും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും റോമിന് മുന്നിൽ അടിയറ വെച്ച് ഒരു സാമന്ത രാജ്യമായിട്ട് മാറി. ഈ സ്കിപ്പിയോ ആണ് ഹാനിബാളിനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് അഫ്രിക്കാനസ് എന്നൊരു പേരും കൂടെ ഉണ്ട്. അതിനുശേഷം കാർത്തേജിനെതിരായിട്ടുള്ള വിജയം റോമിനെ പടിഞ്ഞാറൻ മെഡിറ്ററേനിയനിലെ ചോദ്യം ചെയ്യാനാവാത്തൊരു ശക്തിയാക്കി മാറ്റി. ഇനി റോമിൻ്റെ ശ്രദ്ധ കിഴക്കോട്ട് തിരിഞ്ഞു. അവിടെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നും ഉയർന്നു വന്ന കുറച്ച് രാജ്യങ്ങളുണ്ടായിരുന്നു. ആ ശേഷം രൂപം കൊണ്ട ആ രാജ്യങ്ങളെ നമ്മൾ പറയുന്ന പേര് ഗ്രീക്ക് ഹെല്ലനിസ്റ്റിക് രാജ്യങ്ങൾ എന്നാണ് പറയുന്നത്. ആ രാജ്യങ്ങളായിരുന്നു കിഴക്ക് ഭരിച്ചിരുന്നത്. റോമൻ സൈനിക വ്യൂഹങ്ങൾ അഥവാ അവയെ ലീജിയനുകൾ എന്നാണ് പറയുന്നത്. ആദ്യം മാസിഡോണിയയിലെ ഫിലിപ്പ് അഞ്ചാമൻ രാജാവിനെ പരാജയപ്പെടുത്തി. പിന്നീട് സെലൂസിയുടെ രാജാവായ ആന്റിയോക്കസ് മൂന്നാമനെയും അവരെ തകർത്തു.
പുരാതന മാസിഡോണിയൻ സാമ്രാജ്യത്തെ റോം 4 റിപ്പബ്ലിക്കുകളായിട്ട് വിഭജിച്ചു തങ്ങളുടെ മേൽനോട്ടത്തിലാക്കി മാറ്റി. അധികം താമസിയാതെ ഗ്രീസ് പൂർണ്ണമായിട്ടും നേരിട്ടുള്ള റോമൻ ഭരണത്തിന് കീഴിലായി. അതേ വർഷം തന്നെ ഒരു 3-ാം പ്യൂണിക് യുദ്ധത്തിലൂടെ കാർത്തേജ് നഗരത്തെ റോം പൂർണ്ണമായിട്ടും നശിപ്പിച്ച് ഉഴുതുമറിച്ചു. ഈ വിജയങ്ങൾ റോമൻ സമൂഹത്തെ അടിമുടി മാറ്റിമറിച്ചു. പുതിയ പ്രവിശ്യയിൽ നിന്നും അളവറ്റ സമ്പത്ത് ഇറ്റലിയിലേക്ക് ഒഴുകിയെത്തി. ഇത് ഭരണകൂടത്തെയും വ്യക്തികളെയും ഒരുപോലെ സമ്പന്നരാക്കി മാറ്റി. യുദ്ധത്തിൽ പിടിക്കപ്പെട്ട എണ്ണമറ്റ അടിമകൾ ഇറ്റലിയിലെത്തിയതോടെ അവിടുത്തെ കൃഷി രീതികൾ ആകെ മാറി. ചെറിയ കൃഷിയിടങ്ങളെല്ലാം അപ്രത്യക്ഷമായി. പകരം അടിമകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കൂറ്റൻ എസ്റ്റേറ്റുകൾ, അവയെ ലാറ്റിഫണ്ടിയ എന്നാണ് വിളിച്ചിരുന്നത്, വന്നു. ഇതോടെ ഗ്രാമങ്ങളിലെ സാധാരണ കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. അവർ കൂട്ടത്തോടെ റോം നഗരത്തിലേക്ക് കുടിയേറി. ഇത് തലസ്ഥാന നഗരിയിലെ ഒരു സാമൂഹിക സംഘർഷങ്ങൾക്ക് കാരണമായി. ഒരു ചെറിയ നഗര രാഷ്ട്രത്തെ ഭരിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതായിരുന്നു സത്യത്തിൽ റിപ്പബ്ലിക് എന്ന സംവിധാനം. ഒരു വലിയ മെഡിറ്ററേനിയൻ സാമ്രാജ്യം ഭരിക്കാൻ ഈ സംവിധാനം നന്നേ പാടുപെട്ടു. പ്രവിശ്യകളെ ഭരിക്കാൻ അയച്ച ഗവർണർമാർ തങ്ങളുടെ പദവി വ്യക്തിപരമായ നേട്ടങ്ങൾക്കായിട്ട് ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. വിജയികളായ സൈന്യാധിപന്മാർക്ക് സാധാരണ പൗരന്മാരെക്കാൾ അധികാരം കൈവന്നു. അക്കാലത്ത് അവരുടെ സൈന്യം ഭരണകൂടത്തോടല്ല, മറിച്ച് തങ്ങളുടെ ജനറലിനോടാണ് കൂടുതൽ കൂറ് പുലർത്തിയത്. ഇത് സിവിൽ ഭരണത്തിന് വലിയ ഭീഷണിയായിട്ട് മാറി. റോമക്കാർ മോസ് മൈനറും അഥവാ പൂർവികരുടെ വഴി എന്ന് വിളിച്ചിരുന്ന ചില മൂല്യങ്ങളുണ്ടായിരുന്നു. ലാളിത്യം, കടമ, ആത്മത്യാഗം തുടങ്ങിയ മൂല്യങ്ങൾ. ഈ ആഡംബരത്തിനും അധികാരമോഹത്തിനും ഇതെല്ലാം വഴിമാറുന്നതായിട്ട് അക്കാലത്ത് തോന്നി. ഈ മാറ്റങ്ങൾ റിപ്പബ്ലിക്കൻ്റെ ഒരു പ്രസിദ്ധമായ ഒരു നൂറ്റാണ്ടിനാണ് തിരികൊളുത്തിയത്. ടൈബീരിയസ് ഗ്രാക്കസ് എന്നൊരു ട്രിബ്യൂൺ ഗ്രാമീണർക്കുള്ള ദാരിദ്ര്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുഭൂമി പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ ഒരു നിയമം കൊണ്ടുവന്നു. ഇത് സമ്പന്നരായ സെനറ്റർമാരുടെ കടുത്ത എതിർപ്പിന് കാരണമായി. ഒടുവിൽ അയാളെ കൊലപ്പെടുത്തി. നൂറ്റാണ്ടുകൾക്ക് ശേഷം റോമിൽ നടന്ന ആദ്യത്തെ ഒരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു അത്. ഒരു ദശാബ്ദത്തിന് ശേഷം അയാളുടെ സഹോദരൻ ഗായസ് ഗ്രാക്കസ് ഇതേ സമാനമായ വിധി ഏറ്റുവാങ്ങി. നഗരത്തിലെ പാവപ്പെട്ടവർക്ക് കുറഞ്ഞ വിലയ്ക്ക് ധാന്യം നൽകുന്നത് പോലെയുള്ള കൂടുതൽ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചു എന്നായിരുന്നു അയാൾ ചെയ്ത കുറ്റം. അതിനായിരുന്നു അയാളെ കൊലപ്പെടുത്തിയത്. ഈ സംഭവങ്ങൾ ഭരണവർഗത്തിനിടയിലുണ്ടായിരുന്ന പരമ്പരാഗത സമവായം തകർത്തു കളഞ്ഞു. രാഷ്ട്രീയത്തിൽ അക്രമം ഒരു ഉപകരണമായിട്ട് മാറി. തുടർന്നുള്ള ദശാബ്ദങ്ങളിൽ മരിയസിനെയും സുള്ളയെയും പോലുള്ള അധികാരമോഹികളായ ജനറൽമാർ തങ്ങളുടെ സൈനിക ശക്തി ഉപയോഗിച്ച് രാഷ്ട്രീയ തർക്കങ്ങളിൽ ഇടപെട്ടു. സുള്ള തൻ്റെ സൈന്യവുമായിട്ട് റോം നഗരത്തിനെതിരെ മാർച്ച് ചെയ്ത് ഒരു റോമൻ ജനറൽ ആദ്യമായി സ്വന്തം നഗരത്തിനെതിരെ സൈന്യത്തെ തിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. അടുത്ത സംഭവം ആണ് ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഈ കഥ തുടരാം, അത് സമയമാകുമ്പോൾ പറയാം. അങ്ങനെ റിപ്പബ്ലിക്കിൻ്റെ ആദർശങ്ങൾ ദുർബലമാവുകയും അധികാരം വ്യക്തികളുടെ കൈകളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. റിപ്പബ്ലിക്കിൻ്റെ അന്ത്യനാളുകളിൽ സത്യത്തിൽ അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സുള്ളയുടെ രക്തരൂക്ഷിതമായ ഈ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം റോം പഴയ റോമായി മാറിയില്ല. നിയമങ്ങളെക്കാൾ വാളിന് മൂർച്ചയുണ്ട് എന്ന് ജനറൽമാർ തെളിയിച്ചു കഴിഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് 3 ശക്തരായ വ്യക്തികൾ റോമൻ രാഷ്ട്രീയത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഒരു അനൗദ്യോഗികമായിട്ടുള്ള സഖ്യം രൂപീകരിക്കുന്നത്. പോപ്പി, ക്രാസസ്, ജൂലിയസ് സീസർ എന്നിവർ ചേർന്ന ഈ കൂട്ടുകെട്ട് 1-ാം ട്രയംവിറേറ്റ് എന്നറിയപ്പെട്ടു. ഈ സഖ്യത്തിലൂടെ ജൂലിയസ് സീസർ ഗോളിൽ അഥവാ ഇന്നത്തെ ഫ്രാൻസാണ് സൈനിക കമാൻഡറായിട്ട് സ്ഥാനം നേടി. അവിടെ തൻ്റെ അതുല്യമായ സൈനിക തന്ത്രങ്ങളിലൂടെയും നേതൃപാഠകത്തിലൂടെയും അദ്ദേഹം ഗോളിലെ ഗോത്രങ്ങളെ ഒന്നൊന്നായിട്ട് കീഴടക്കി. അദ്ദേഹം ബ്രിട്ടനിലേക്ക് ഒരു ചെറിയ അധിനിവേശം നടത്താനൊരു ശ്രമം നടത്തി. ഈ വിജയങ്ങളെല്ലാം അദ്ദേഹത്തിന് അഭൂതപൂർവമായ സമ്പത്തും സൈനിക പരിചയ സമ്പത്തും ജനപ്രീതിയും നേടിക്കൊടുത്തു. എന്നാൽ ഈ സഖ്യം അധിക കാലമൊന്നും നീണ്ടു നിന്നില്ല. ക്രാസസ് ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതോടെ പോംപിയും സീസറും തമ്മിലുള്ള അധികാര വടംവലി രൂക്ഷമായി. സെനറ്റ് പോംപിയുടെ പക്ഷം ചേർന്നു. അവർ സീസറിനോട് തൻ്റെ സൈന്യത്തെ പിരിച്ചുവിട്ട് അധികാരം ഒഴിയാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടു. എന്നാൽ ആ ഉത്തരവ് അനുസരിക്കുന്നതിന് പകരം സീസർ തൻ്റെ സൈന്യവുമായിട്ട് റുബിക്കോൺ നദി മുറിച്ചു കടന്ന് ഇറ്റലിയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടുണ്ട്, ദ ഡൈ ഈസ് കാസ്റ്റ്. അതെ, പകിട എറിയപ്പെട്ട് കഴിഞ്ഞു. ഈ പ്രശസ്തമായ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അയാൾ ഈ ഒരു ആഭ്യന്തര യുദ്ധത്തിന് തിരികൊളുത്തിയത്. തുടർന്നുണ്ടായ യുദ്ധത്തിൽ പോംപിയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തിയ സീസർ റോമിൻ്റെ അനിഷേധ്യനായിട്ടുള്ള നേതാവായിട്ട് മാറി. അദ്ദേഹം റോമിൻ്റെ ഡിക്റ്റേറ്ററായി സ്വച്ഛാധിപതിയായിട്ട് സ്വയം പ്രഖ്യാപിച്ചു. പുതിയ കലണ്ടർ ഉൾപ്പെടെ നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. എന്നാൽ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ബഹുമതികളും ആജീവനാന്ത ഡിക്റ്റേറ്റർ പദവിയും അദ്ദേഹം ഒരു രാജാവാകാൻ ശ്രമിക്കുകയാണ് എന്ന് റിപ്പബ്ലിക്കൻ ആശയങ്ങളിൽ വിശ്വസിച്ചിരുന്ന ചിലരെ ഭയപ്പെടുത്തി. അങ്ങനെ BC 44 ഹൈഡ്സ് ഓഫ് മാർച്ച് 15
15-ാം ദിനത്തിൽ ബ്രൂട്ടസിൻ്റെയും കാഷ്യൂസിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു സംഘം ഗൂഢാലോചനക്കാർ സെനറ്റ് ഹൗസിൽ വെച്ചിട്ട് തന്നെ ജൂലിയസ് സീസറിനെ കുത്തി കൊലപ്പെടുത്തി. അപ്പോഴും ജൂലിയസ് സീസർ പറയുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള വാചകമുണ്ട്, യു ടു ബ്രൂട്ടസ്. അങ്ങനെ BC 44 അങ്ങനെ എന്നാൽ റിപ്പബ്ലിക്കിനെ പുനഃസ്ഥാപിക്കുന്നതിന് പകരം സീസറിൻ്റെ കൊലപാതകം പുതിയൊരു ആഭ്യന്തര യുദ്ധത്തിന് കാരണമാകുകയാണ് ചെയ്തത്. സീസറിൻ്റെ ദത്തുപുത്രനായിരുന്നു ഒക്ടേവിയൻ. മാർക്ക് ആൻ്റണി ലെപ്പിഡസ് എന്നിവർ ദത്തുപുത്രനായിരുന്നു ഒക്ടേവിയൻ. ഇദ്ദേഹവും സീസറിൻ്റെ സാമന്തനായിരുന്ന മാർക്ക് ആൻ്റണി ലെപ്പിഡസ് എന്നിവരും കൂടെ ചേർന്ന് 2ാം ട്രയംവിറേറ്റ് രൂപീകരിച്ചു. സീസറിൻ്റെ കൊലയാളികളെ അവർ വേട്ടയാടി. ഫിലിപ്പിയിൽ വെച്ച് ബ്രൂട്ടസിനെയും കാഷ്യസിനെയും പരാജയപ്പെടുത്തി അവർ റോമൻ ലോകം തങ്ങൾക്കിടയിൽ വിഭജിച്ചിട്ടെടുത്തു. എന്നാൽ ഈ സത്യത്തിലും വിള്ളലുകൾ വീണുകൊണ്ടിരുന്നു. പടിഞ്ഞാറ് ഭരിച്ചിരുന്ന ഒക്ടേവിയനും കിഴക്ക് ഭരിച്ചിരുന്ന ആൻ്റണിയും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചു വന്നു. ആൻ്റണി ഈജിപ്തിലെ രാജ്ഞിയായിട്ടുള്ള ക്ലിയോപാട്രയുമായിട്ട് സഖ്യത്തിലായി. അവസാനത്തെ പോരാട്ടം നടന്നത് ആക്യം കടലിടുക്കിൽ വെച്ചിട്ടാണ്. അവിടെ അഗ്രിപ്പയുടെ നേതൃത്വത്തിലുള്ള ഒക്ടേവിയൻ്റെ നാവികസേന ആൻ്റണിയുടെയും ക്ലിയോപാട്രയുടെയും സംയുക്ത കപ്പൽപടയെ പരാജയപ്പെടുത്തി. ആൻ്റണിയും ക്ലിയോപാട്രയും ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. അവിടെ വെച്ച് തങ്ങളുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റ അവർ ആത്മഹത്യ ചെയ്തു. ഇതോടെ റോമിൻ്റെ വിശാലമായ സാമ്രാജ്യത്തിൻ്റെ ഏക അധിപനായിട്ട് ഒക്ടേവിയൻ മാറിക്കഴിഞ്ഞു. എന്നാൽ അദ്ദേഹം സീസറിൻ്റെ തെറ്റുകൾ ആവർത്തിക്കാൻ തയ്യാറായിരുന്നില്ല. തനിക്ക് ലഭിച്ച അത്ഭുതപൂർവമായ അധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം റിപ്പബ്ലിക്കൻ സംവിധാനത്തിൻ്റെ ഒരു മുഖമൂടി എടുത്തിട്ടാണ് സ്വയം രാജാവെന്നോ ഡിക്റ്റേറ്ററെന്നോ വിളിക്കുന്നതിന് പകരം പ്രിൻസപ്സ് അഥവാ പ്രഥമ പൗരൻ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത്. സെനറ്റ് അദ്ദേഹത്തിന് അഗസ്റ്റസ് എന്നൊരു ബഹുമതി നാമം നൽകി. ഈ നിമിഷം റിപ്പബ്ലിക്കിൻ്റെ യഥാർത്ഥ അന്ത്യവും റോമൻ സാമ്രാജ്യത്തിൻ്റെ തുടക്കവും കുറിച്ചു. 5 നൂറ്റാണ്ടുകാലം നിലനിന്ന ഒരു ഭരണ സംവിധാനം ചരിത്രത്തിലേക്ക് മറയുകയും ലോകത്തെ അടക്കി ഭരിക്കാൻ പോകുന്ന ഒരു പുതിയ സാമ്രാജ്യത്വം ഉദയം ചെയ്യുകയുമായിരുന്നു അന്ന് നടന്നത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ കഥ അഗസ്റ്റസിലോ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പതനത്തിലോ അവസാനിക്കുന്നില്ല. റോമിൻ്റെ ശരീരം മണ്ണടിഞ്ഞുവെങ്കിലും അതിൻ്റെ ആത്മാവ് നൂറ്റാണ്ടുകളിലൂടെ നമ്മുടെ ഇന്നത്തെ ലോകത്തിലും ജീവിക്കുന്നു. നിങ്ങൾ ഗാഠനിദ്രയിലേക്ക് വഴുതി വീഴുമ്പോൾ ഈ മഹത്തായ നാഗരികത നമ്മുടെ ലോകത്തെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് ചിന്തിച്ചു നോക്കുക. റോമിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഒരുപക്ഷെ നിയമത്തിൻ്റെയും ഭരണത്തിൻ്റെയും മേഖലയിലാണ്. നാം ഇന്ന് നിസ്സാരമായി കാണുന്ന പല നിയമതത്വങ്ങളും അവരാണ് ഉണ്ടാക്കിയത്. നിരപരാധിത്വം തെളിയിക്കപ്പെടുന്നത് വരെ ഒരാൾ കുറ്റക്കാരനല്ല എന്ന ആശയം, കുറ്റകൃത്യങ്ങളിലെ ഉദ്ദേശശുദ്ധിയുടെ പ്രാധാന്യം, സിവിൽ ക്രിമിനൽ നിയമങ്ങൾ തമ്മിലുള്ള വേർതിരിവ്, ഇവയെല്ലാം റോമൻ നിയമസംഹിതയുടെ ഭാഗമായിരുന്നു. ജസ്റ്റീനിയൻ്റെ ഗ്രന്ഥമായിരുന്നു കോർപ്പസ് ജൂറിസ് സിവിലിസ്. ഈ തത്വങ്ങളെ സംരക്ഷിച്ച് യൂറോപ്പിലെ മിക്ക നിയമവ്യവസ്ഥകൾക്കും അടിസ്ഥാനമായി മാറിയത് ഇതുതന്നെയാണ്. ലാറ്റിൻ ഭാഷ ഒരു കാലത്ത് ടൈബർ നദിയുടെ തീരത്തെ കർഷകർ സംസാരിച്ചിരുന്ന ഒരു പ്രാകൃത ഭാഷയായിരുന്നു. ആയിരക്കണക്കിന് വർഷം പടിഞ്ഞാറ് നാഗരികതയുടെ ഒരു പൊതുഭാഷയായിട്ടത് മാറി. ഫ്രഞ്ച്, പോർച്ചുഗീസ്, സ്പാനിഷ്, ഇറ്റാലിയൻ, റൊമാനിയൻ തുടങ്ങിയ റൊമാൻസ് ഭാഷകൾ ലാറ്റിൻ്റെ നേരിട്ടുള്ള പിൻഗാമികളാണ്. അടിസ്ഥാനപരമായി ജർമ്മാനിക ഭാഷയായ ഇംഗ്ലീഷിൽ പോലും 60% വാക്കുകൾ ലാറ്റിൻ സ്വാധീനമുള്ള ഫ്രഞ്ചിൽ നിന്നോ വന്നതാണ് എന്നാണ് പറയുന്നത്. ശാസ്ത്രം, നിയമം, വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ സാങ്കേതിക പദങ്ങൾ ഇന്നും ലാറ്റിൻ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. റോമൻ എഞ്ചിനീയറിംഗ് ലോകത്തിൻ്റെ ഭൂപ്രകൃതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതായിരുന്നു. അവർ നിർമ്മിച്ച റോഡുകൾ ഇന്നും ആധുനിക ഹൈവേകളുടെ അടിസ്ഥാനമായിട്ട് വർത്തിക്കുന്നുണ്ട്. ആർച്ചുകൾ, നിലവറകൾ, താഴികക്കുടങ്ങൾ എന്നിവയുടെ ഉപയോഗം വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അവരെ സഹായിച്ചു. കോൺക്രീറ്റിൻ്റെ കണ്ടുപിടുത്തം 2000 വർഷം നിലനിൽക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അവരെ പ്രാപ്തരാക്കി. റോമിലെ പാന്തിയോൺ അതിൻ്റെ കുറ്റൻ താഴികക്കുടവുമായി ഇന്നും എഞ്ചിനീയറിംഗിലെ ഒരു അത്ഭുതമായിട്ട് നിലകൊള്ളുന്നു. രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ റോം സങ്കീർണമായ ഒരു പാരമ്പര്യമാണ് നൽകുന്നത്. അധികാര വിഭജനം, കാലാവധി നിശ്ചയിക്കപ്പെട്ട ഭരണം തുടങ്ങിയ റിപ്പബ്ലിക്കൻ ആശയങ്ങൾ ആധുനിക ഭരണഘടനകളെ, പ്രത്യേകിച്ച് അമേരിക്കൻ ഭരണഘടനയെ സ്വാധീനിച്ചു. അതേസമയം എങ്ങനെയാണ് റിപ്പബ്ലിക്കൻ സ്ഥാപനങ്ങളെ തകർക്കാൻ കഴിയുമെന്നും സുരക്ഷയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യം എങ്ങനെ ബലി കഴിപ്പിക്കപ്പെടുമെന്നും റോം കാണിച്ചു തന്നു. ലോകത്തിൻ്റെ ഏറ്റവും വലിയ മതമായ ക്രിസ്തുമതം ആഗോള വ്യാപനത്തിന് ശരിക്കും കടപ്പെട്ടിരിക്കുന്നത് റോമിനോടാണ്. ആദ്യകാലത്ത് ക്രിസ്ത്യാനികൾ തങ്ങളുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ റോമൻ റോഡുകളും കപ്പൽ ശൃംഖലകളും ഉപയോഗിച്ചു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മതപരിവർത്തനത്തിന് ശേഷം സാമ്രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം സഭയുടെ സംഘടനാ ഘടനയ്ക്ക് ഒരു മാതൃകയായിട്ട് തന്നെ മാറി. റോമിൻ്റെ ഏറ്റവും വലിയ കഴിവ് മൗലികമായ സംഭാവനകൾ നൽകുന്നതിൽ മാത്രമായിരുന്നില്ല, മറ്റുള്ളവയെ സമന്വയിപ്പിച്ച് സംരക്ഷിക്കുന്നതിലും കൂടെയായിരുന്നു. ഗ്രീക്ക് തത്വചിന്തയും ശാസ്ത്രവും റോമിലൂടെയാണ് പിൽക്കാല ലോകത്തിന് കൈമാറ്റം ചെയ്യപ്പെട്ടത്. റോം എന്ന ആശയം സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷവും ശക്തമായിട്ട് നിലനിന്നു. ഷാർലമൈൻ, ബൈസന്റൈൻ ഭരണാധികാരികൾ, റഷ്യൻ സാർ ചക്രവർത്തിമാർ എന്നിവരെല്ലാം റോമിൻ്റെ അനന്തരാവകാശികളായിട്ട് സ്വയം അവകാശപ്പെട്ടു.
ഒരുപക്ഷെ റോം ലോകത്തിന് നൽകിയ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾക്ക് തങ്ങളുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പൊതുവായ സാംസ്കാരിക രാഷ്ട്രീയ സമൂഹത്തിൽ പങ്കാളികളാവാൻ കഴിയും എന്നതായിരുന്നു. മനുഷ്യരാശിക്ക് നേടാനാവുന്ന ഉയരങ്ങളും വീഴാനാവുന്ന ആഴങ്ങളും റോം ഒരുപോലെ കാണിച്ചു തന്നു. മാർക്കസ് ഔറേലിയസിന്റെ ജ്ഞാനം സൃഷ്ടിച്ച അതേ നാഗരികത തന്നെയാണ് കാലികളുടെ അതിക്രമങ്ങൾക്കും സാക്ഷ്യം വഹിച്ചത്. പാന്തിയോൺ നിർമ്മിച്ച അതേ സമൂഹം തന്നെയാണ് ഗ്ലാഡിയേറ്റർമാരുടെ ക്രൂരമായ പോരാട്ടങ്ങൾ കണ്ട് ആസ്വദിച്ചതും. നിങ്ങൾ ഗാഠനിദ്രയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സമയത്ത് റോമിന്റെ സ്വാധീനമില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ലോകം എത്രമാത്രം വ്യത്യസ്തമാകുമായിരുന്നു എന്ന് ഒന്ന് ചിന്തിക്കുക. നമ്മുടെ നിയമങ്ങൾ, ഭാഷകൾ, കെട്ടിടങ്ങൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, മതപരമായ സംഘടനകൾ ഇവയെല്ലാം റോമൻ അനുഭാവങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. റോമുലസിൽ തുടങ്ങി കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പതനത്തിൽ അവസാനിച്ച 2000 വർഷത്തെ ഈ കഥ മനുഷ്യന്റെ നേട്ടങ്ങളും അതിജീവനത്തിന്റെയും പൊരുത്തപ്പെടലിന്റെയും ഒരു മഹത്തായ ഇതിഹാസം തന്നെയാണ്. സാമ്രാജ്യം ഒരു രാഷ്ട്രീയ ശക്തി അല്ലാതെയായി മാറിയ, അതിനുശേഷം വന്ന എല്ലാത്തിനെയും സ്വാധീനിച്ച ഒരു അഗസ്റ്റസിന്റെ കാലത്ത് റോമിനെ അലങ്കരിച്ച അതേ നക്ഷത്രങ്ങൾ ഇന്നും നമുക്ക് മുകളിൽ തിളങ്ങുന്നു. സുരക്ഷയ്ക്കും അഭിവൃദ്ധിക്കും അർത്ഥത്തിനും സൗന്ദര്യത്തിനും വേണ്ടി റോമക്കാരെ പ്രേരിപ്പിച്ച അതേ മാനുഷികമായ പ്രതീക്ഷകളും ഭയങ്ങളും സ്വപ്നങ്ങളും ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നു. ആ പങ്കുവെക്കപ്പെട്ട മനുഷ്യത്വത്തെ ഒരുപക്ഷെ റോമിന്റെ ഏറ്റവും അഗാധമായ പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കഥയിൽ കാണാം.